ഭൂട്ടാനിലുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട ED പരിശോധനയ്ക്കിടെ ഇപ്പോൾ നടൻ ദുൽഖർ സൽമാൻ പനമ്പള്ളി നഗറിലെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇളംകുളത്തെ വീട്ടിലേക്കാണ് ദുൽഖർ സൽമാൻ എത്തുന്നത്. രാവിലെ മുതൽ തന്നെ അവിടെ ED സംഘമുണ്ട്. അല്പം മുമ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി. ഇപ്പോൾ ദുൽഖർ ഇളംകുളത്തുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. റാഫി കരീമുണ്ട് വിശദാംശങ്ങളുമായി. റാഫി, ദുൽഖർ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ അവിടെ തുടരുന്നു. പരിശോധനകൾ അങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ED ഉദ്യോഗസ്ഥർ ദുൽഖറിനെ വിളിച്ചു വരുത്തിയതോ മറ്റോ ആണോ? അത് സംബന്ധിച്ചെന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? തീർച്ചയായും ED ഉദ്യോഗസ്ഥർ ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയത് തന്നെയാണ്. അദ്ദേഹത്തെ ഇവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ദുൽഖറിന്റെ ഇളംകുളത്തുള്ള വീട്ടിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കമുള്ളത്. ആ പ്രധാന ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സ്വാഭാവിക നടപടി എന്നുള്ളതാണ് EDയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ ആളുകളെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന വിവരങ്ങൾ അവരിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി ആ റെയ്ഡ് അല്ലെങ്കിൽ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ഇല്ലെങ്കിൽ വിളിച്ചു വരുത്താറുണ്ട്. ആ നിലയിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രകാരമാണ് ദുൽഖർ സൽമാനോട് തന്റെ ഈ പരിശോധന നടക്കുന്ന വീട്ടിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടതും ദുൽഖർ സൽമാൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നതും. ഏകദേശം 1:30 കൂടിയാണ് ദുൽഖർ കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചിയിലെത്തിയതിനു ശേഷം അദ്ദേഹം ഇങ്ങോട്ട് നേരെ എത്തുകയായിരുന്നു. മറ്റെവിടെയും പോകാതെയാണ് അദ്ദേഹം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അഭിഭാഷകന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് സ്വാഭാവിക നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുൽഖർ സൽമാൻ ഇപ്പോൾ ഈ വീടിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇളംകുളത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ദുൽഖർ സൽമാൻ നിയമ പോരാട്ടങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ദുൽഖർ സൽമാന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമെന്ന് പറയാവുന്ന തരത്തിൽ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ ദുൽഖർ സൽമാന്റെ 3 വീടുകളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത് ഫെമ ചട്ടം ദുൽഖർ അടക്കമുള്ളവർ ലംഘിച്ചു എന്നുള്ളതാണ്. ഫെമ നിയമത്തിലെ 3, 4, 8 ചട്ടങ്ങൾ ദുൽഖർ അടക്കമുള്ള ആളുകൾ ലംഘിച്ചു എന്നുള്ള ഒരു കണ്ടെത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. ഒപ്പം തന്നെ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള വാഹനക്കടത്ത് സംഘം അവർ പ്രവർത്തിക്കുന്നത് നിലവിലുള്ള നിയമങ്ങളിൽ ഹവാല ഇടപാടുകൾ പോലും ഈ സംഘത്തെ കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതാണ്. ഹവാല നെറ്റ്വർക്കുകൾ പോലും ഈ സംഘത്തെ കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഒപ്പം തന്നെ US എംബസിയുടെയും ഒപ്പം ഇന്ത്യൻ ആർമിയുടെയും രേഖകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള അത്തരത്തിൽ വ്യാജ രേഖകൾ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഈ സംഘം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം 3 വാഹനങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഹവാല നെറ്റ്വർക്കുമായുള്ള ബന്ധങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത്. അതിൽ ഒന്ന് ഡിഫൻഡർ വാഹനമാണ്. ദുൽഖറിൽ നിന്ന് പിടിച്ചെടുത്തത് വെള്ള നിറത്തിലുള്ള ഒരു ഡിഫൻഡർ വാഹനമാണ്, തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളത്. ഒപ്പം തന്നെ ഒരു ലാൻഡ് ക്രൂയിസർ പ്രാഡോ വാഹനമാണ്. അമിത് ചക്കാലകളിൽ നിന്ന് ലാൻഡ് ക്രൂയിസർ പ്രാഡോ വാഹനം പിടിച്ചെടുത്തിരുന്നു. ഒപ്പം തന്നെ മെസ്രാറ്റി എന്നൊരു വാഹനം. ഈ 3 വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, ഈ 3 വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത് പോലെ കള്ളപ്പണ ഇടപാടുകൾ അല്ലെങ്കിൽ ഹവാല നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായൊരു ഉത്തരവ് വാങ്ങുകയും ഹൈക്കോടതി ദുൽഖറിനോട് കസ്റ്റംസിനെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ ദുൽഖറിന്റെ വീട്ടിൽ 3 വീടുകളിലും ഒരേ സമയം പുലർച്ചെ 6 മണിയോടെ എത്തുന്നു, പരിശോധനകൾ നടത്തുന്നു എന്നുള്ളതാണ്. കാരണം പനമ്പള്ളി നഗറിലെ വീട്ടിലെ പരിശോധന അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ചെന്നൈയിലെ ദുൽഖറിന്റെ വസതിയിലും പരിശോധന നടത്തിയിരുന്നു. ഒപ്പം തന്നെ വേഫാററിന്റെ ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയായ വേഫാററിന്റെ ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു. ആ നിലയിലുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ പരിശോധനകൾ ഏകദേശം 5 മണിക്കൂർ പിന്നിട്ടതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദുൽഖർ സൽമാനോട് കൊച്ചിയിലെ ഇളംകുളത്തെ പരിശോധനാ സ്ഥലത്തേക്ക് എത്താൻ ആവശ്യപ്പെടുന്നത്. ഈ കൊച്ചിയിലെ ഇളംകുളത്തെ വീട്ടിലാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളത്. ഈ കേസിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും അകത്ത് തുടരുന്നുണ്ട്. ദുൽഖർ സൽമാനുമായി ഇനി വിവരങ്ങൾ ശേഖരിക്കുകയായിരിക്കും ഒരു പക്ഷേയുള്ള നടപടിക്രമങ്ങൾ. റാഫി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ഹൈക്കോടതി പറഞ്ഞത് കസ്റ്റംസിന് അപേക്ഷ നൽകാം ആ വാഹനം വിട്ടുകിട്ടാൻ. ഇനി ആ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ കസ്റ്റംസ് കൃത്യമായി കാരണം
കാണിക്കണം, വ്യക്തമാക്കണം, എന്തുകൊണ്ട് ആ വാഹനം വിട്ടുകൊടുക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കണമെന്ന് ഇന്നലെ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതാണ്, ഉത്തരവ് വന്നതാണ്. അതിന് പിന്നാലെ നടക്കുന്ന പരിശോധനകളാണ്. ഒരു പടി കൂടി കടന്ന് ഈ മുമ്പ് ഇത് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനമാണോ എന്ന സംശയം, അല്ലെങ്കിൽ അതിന്റെ പരിശോധനകളാണ് നടക്കുന്നത് എന്ന് അത് കസ്റ്റംസ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ED വരുമ്പോൾ ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണമല്ലേ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? തീർച്ചയായും ഈ സാമ്പത്തിക സോഴ്സ്, അതായത് ഹവാല നെറ്റ്വർക്കുകളുമായി കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭൂട്ടാനിൽ നിന്ന് കാർ കടത്തിക്കൊണ്ടുവന്നു എന്ന് സംശയിക്കപ്പെടുന്ന ആദ്യ സംഘം ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ കോയമ്പത്തൂരിൽ നിന്ന് ഈ വാഹനങ്ങൾ എത്തിക്കുകയും വ്യാജരേഖകൾ ചമച്ചതിനു ശേഷം ഈ വാഹനങ്ങൾ ഡീലർമാർക്കും ഏജന്റുമാർക്കും വിൽക്കുകയും അവിടെ നിന്ന് സിനിമാ താരങ്ങൾക്കും ശതകോടീശ്വരന്മാർക്കും വിൽപ്പന നടത്തുകയുമാണ് ചെയ്തത്. അതാണ് ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.